വീട്ടില് നീ വെറുതെ ഇരിക്കുവാണോ? ഞാൻ കറണ്ട് പഠിക്കുന്ന എനിക്ക് ഒരു കാര്യം പറയണ്ടായിരുന്നു. നീ ഒന്ന് മാറി. ഓക്കെ, നീ ഒന്ന് വിചാരിക്കല്ലേ. ഒരു മിനിറ്റ്. ഒന്ന് വിചാരിക്കല്ലേ. ഇല്ല ഇല്ല എനിക്ക് നിങ്ങളുടെ ചെറുതായിട്ട് ഫീലിങ്സ് ഉള്ള പോലെ ഉണ്ട്. ഉണ്ട്. നീ എന്റെ അടുത്ത് കിടക്കുമ്പോഴൊക്കെ എനിക്ക് എന്തോ പോലെ തോന്നണേ. സ്പീക്കറും നല്ലല്ലോ അല്ലേ? നിന്നെ തൊടുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര എന്തോ പോലെ. ഇതാരും പറയരുത്, എനിക്കെന്തോ പറയാൻ തോന്നി. ആര് പറ്റിക്കുക? ഞാൻ പറയുന്ന കേക്ക് നീ കേക്ക് നിനക്കൊന്നും തോന്നില്ലേ വിജയ? എന്തോ നിനക്ക് എന്നോടൊന്നും തോന്നില്ലേന്ന്? ഒന്ന് പോക്കേടി അത്. നിനക്ക് അങ്ങനെയൊന്നും തോന്നിട്ടില്ലേ? ഞാൻ ടച്ച് ചെയ്യുന്ന സമയത്ത് നിനക്കൊന്നും തോന്നിയിട്ടില്ല? തോന്നിയിട്ടുണ്ട്. ചുമ്മ പറ, പറ. മനസ്സിൽ വിശ്വസിക്കാൻ പറ്റുന്ന അയ്യോ അല്ല, എന്താ നീ അങ്ങനെ പറയുന്നത്? ഞാൻ വീട്ടിൽ നിന്ന് ഇപ്പം ആരും ഇല്ല, അപ്പൊ ഞാൻ നിന്നെ വിളിച്ചതാ. സത്യം ചെയ്യും. സത്യം പറ. ഞാൻ ഒരു പാട്ട് കൊണ്ട് വന്നപ്പം എനിക്ക് പെട്ടെന്ന് എന്തോ നിന്നെ ഭയങ്കരമായിട്ട് ഓർമ്മ വന്നു. വല്ല കോൺഫിഡൻസ് ആണോ ചുമ്മാ? എന്താ നീ ഇങ്ങനെ? ചുമ്മാ നീ കൂടുതൽ ഇറക്കല്ലേ ഓടി. ഹലോ ഹലോ, നീ എന്താ ഞാൻ പറയുന്നത് സീരിയസ് ആക്കി എടുക്കാത്തെ? നീ എന്തായാലും നീ താല്പര്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ആയിക്കോട്ടെ. നിനക്ക് ഫീലിംഗ് ഒന്നുമില്ല? ഉണ്ട് പോലെ. അപ്പൊ ഉണ്ടല്ലേ? ഉണ്ട്. നിനക്ക് വെറുതെ ഇരിക്കുന്ന അങ്ങനെ നമുക്ക് തോന്നുന്നു. അങ്ങനെയൊക്കെ അതായത് അറിഞ്ഞ ടെക്സ്റ്റ് ഒക്കെ എടുത്തിട്ട് മറിച്ചാൽ മതി, ടെക്സ്റ്റ് മാറിക്കോളും. ഞാൻ നൈറ്റ് വിളിക്കാം, അപ്പൊ ഞാൻ പറയാം. വേണമെന്നില്ല. കോളിൽ വേറെ ആരുള്ള നീ പറ. ഹലോ ഹലോ അപർണ. ഹലോ ഹലോ, ഞാൻ പറഞ്ഞില്ല ആരുണ്ടെന്ന് കോളില്. താല്പര്യമുണ്ടോ? നിനക്ക് നല്ല താല്പര്യമുണ്ടോ? എന്താണ്? നിനക്ക് താല്പര്യമുണ്ടോ? ഇല്ല, എനിക്ക് തൽക്കാലം താല്പര്യമില്ല. തൽക്കാലം? ഇല്ല. എന്താണ്? ഫ്യൂച്ചറിൽ സാധ്യതയുണ്ടോ? ഫ്യൂച്ചറില് സാധ്യതയില്ല. സാധ്യതയില്ലാത്ത അല്ലേ തന്നെ ആര് പറയണത്? എനിക്ക് അവളായിട്ട് ബന്ധമുണ്ടായിരുന്നു. അവ നിലവിൽ അങ്ങനെ ടോക്ക് ഉണ്ട്. തീർച്ചയായും ഉണ്ട്. ഒന്നല്ല, 2-3 ആൾക്കാരായിട്ട്. അവ നിനക്കുണ്ട്, ഇവക്കില്ലാത്തതാണോ പരാതി? വിളിക്കുന്നാരാ? എടാ, നമ്മള് ചുരുക്കം യൂട്യൂബ് ചാനലുണ്ട്. നമ്മൾ പ്രാങ്ക് സോഷ്യൽ എക്സ്പെരിമെന്റ് ഒക്കെ ചെയ്യുന്നത്. അപ്പൊ നിന്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ ഒരു സാധനം പറഞ്ഞപ്പോ ഏറ്റവും പറ്റിയ വ്യക്തി നീയാണെന്ന് പറഞ്ഞു. ശരിക്കും ഇത് ആര് കമ്മനോട് ആര് സംസാരിക്കുന്നേ? വേറെ 3-4 ആള് ആരാ? എടാ പറഞ്ഞില്ലേ, നമ്മളിവിടെ മ്യൂസിക് ഇരിക്കുന്നു അതിരാ. അപ്പൊ നമ്മള് കുരിപ്പെന്ന് പറഞ്ഞ ചാനലുണ്ട്. നമ്മള് പ്രാങ്ക് സോഷ്യൽ എക്സ്പെരിമെന്റ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാ അത് ശരിക്കും അങ്ങനെ ഫീൽ ഇല്ല അവക്ക്. നിനക്കുണ്ടോ? എനിക്കൊന്നുമില്ല. മനസ്സിലാവുന്നില്ല, ആരെങ്കിലും സംസാരിക്കുന്നത് മനസ്സിലാവുന്നില്ല. അതാ വന്നൊന്നും ഒറ്റ മനസ്സിൽ വിശ്വസിക്കാൻ പറ്റാത്തോണ്ടേ. അല്ലാണ്ട് ചെറിയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നല്ലേ? പിന്നെ എനിക്ക് അവിടുത്തെ ഒരു പെണ്ണുങ്ങളോട് മിണ്ടാൻ പറ്റില്ല. അവിടുത്തെ എന്റെ ഫ്രണ്ട്സിന്റെ ഒക്കെ പേഴ്സൺസ് പറഞ്ഞാൽ അവരുടെയൊക്കെ ഗേൾഫ്രണ്ട് ആവാം. ഓക്കെ, ശരി. ഓക്കെ, ബൈ ബൈ, ടേക്ക് കെയർ.